വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്നത് ഒരു രാജാവാണ്, ഒരു രാജ്യമാണ്. പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിന്മേൽ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ വേണ്ടി പോകുന്നത്? ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നത്, നിങ്ങൾ കേട്ട വാഗ്ദത്തത്തിനെതിരെ എത്ര വലിയ വിഷയമുണ്ടെങ്കിലും, എത്ര വലിയ പ്രതികൂലമുണ്ടെങ്കിലും അതിന്റെ നടുവിൽ നിങ്ങൾ തളർന്നു പോകരുത്, അതിന്റെ നടുവിൽ നിങ്ങൾ പതറിപ്പോകരുത്. നൽകിയത് ദൈവമാണെങ്കിൽ അതിന് വശങ്ങളുടെ പാരമ്പര്യമുണ്ടാകാം. പറഞ്ഞത് ദൈവമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ആ വാഗ്ദത്തങ്ങൾ ഈ സീസണിൽ ദൈവം നിറവേറ്റി തരിക തന്നെ ചെയ്യും. ഉറപ്പോടുകൂടി ഒരു ആമേൻ പറഞ്ഞ് ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക വാഗ്ദത്തങ്ങൾ കാണുകയും ആ വാഗ്ദത്തങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സീസണായി തീരും ഈ സീസൺ. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ ഈ പ്രവചന ശബ്ദത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ ചാനലിലൂടെ നമ്മൾക്ക് ശുശ്രൂഷകൾ ഉണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കായി പോയി. ദൈവം അനുവദിക്കുന്ന പക്ഷം ഇന്ന് തൊട്ട് നമുക്ക് റെഗുലറായി വീഡിയോകൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ ഇട്ട ശക്തമേറിയ പ്രവചന ശബ്ദമാണ് ഞാൻ തുടക്കം തൊട്ട് പറയാനിടയായി തീർന്നത്. കേട്ട വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ശക്തികൾ ഉണ്ടാകും. കേട്ട വാഗ്ദത്തം നിറവേറ്റുവാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സാഹചര്യങ്ങൾ വെളിപ്പെടാം. എന്നാൽ ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, സാഹചര്യങ്ങൾ പറയുന്ന കള്ളത്തരത്തിൽ നീ വിശ്വസിക്കരുത്. ആമേൻ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുന്ന കള്ളത്തരത്തിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ദൈവം നിന്നോട് എന്ത് പറഞ്ഞോ, ദൈവത്തിന്റെ വചനം നിന്നോട് എന്ത് പറഞ്ഞോ, ആദ്യം നിങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഒരു സീസൺ, ഈ സീസൺ വലിയ ദൈവപ്രവൃത്തികളുടെ സീസണായിരിക്കുമെന്ന് നിങ്ങൾ മറന്നു പോകരുത്. യോശുവയെ ദൈവം മോശയുടെ കാലശേഷം വിളിച്ചപ്പോ ദൈവം യോശുവയോട് പറഞ്ഞത്, എന്റെ ദാസനായ മോശയോടുകൂടെ ഞാൻ ഇരുന്നത് പോലെ തന്നെ നിന്നോടുകൂടെ ഇരിക്കുമെന്നാണ്. എന്നാൽ അതിന്റെ അർത്ഥം പ്രതികൂലങ്ങൾ ഉണ്ടാകയില്ലെന്നല്ല, അതിന്റെ അർത്ഥം പ്രതിസന്ധികൾ ഉണ്ടാകയില്ലെന്നല്ല. ഇതൊക്കെ ഉണ്ടാകും നിന്റെ ജീവിതമാകുന്ന യാത്രയിൽ. എന്നാൽ ആ പ്രതിസന്ധിയിലേക്കും ആ പ്രതികൂലത്തിലേക്കും നീ നോക്കിയാൽ നീ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്, പ്രതികൂലങ്ങളിലേക്കല്ല നീ നോക്കേണ്ടത്, കാറ്റിലേക്കും തിരമാലയിലേക്കും എല്ലാം നീ നോക്കേണ്ടത് ആ കടലിന്റെ മുകളിൽ നടന്നു വരുന്ന യേശുവിലേക്കാണ് നിന്റെ നോട്ടം പോകേണ്ടത്. അവിടെ നിനക്ക് നോക്കാൻ പറ്റിയാൽ നീ താണു പോകുവാൻ നിന്നെ ദൈവം സമ്മതിക്കുകയില്ല. നീ തളർന്നു പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. ഇത് പറയുമ്പോ എനിക്കറിയാം, പല വ്യക്തികളും മടുത്തു, മതി എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് പല വ്യക്തികളും ആയിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ബ്രദറെ. എന്തിനു പറയുന്നു? പല വ്യക്തികൾ മരിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. അവരോട് ഇന്ന് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞ ആ യേശു നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്റെ ജീവിതത്തിന്റെ മേൽ നിറവേറുക തന്നെ ചെയ്യും. ആമേൻ. ദൈവം പറഞ്ഞു,
നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, ഇപ്പോൾ കനാൻ ദേശത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി പോകുകയാണ്. അവരുടെ മുൻപിൽ പല വെല്ലുവിളികൾ നേരിടുവാനിടയായി തീർന്നു. അതിലെ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു എരിഹോ മതിലെന്ന് പറയുന്നത്. അതെ, 7 തവണ അതിനെ ചുറ്റുവാനാണ് പറഞ്ഞത്. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. 1ാമത് ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഒന്നും നടന്നില്ല. അതെ, പലപ്പോഴായി ബ്രദറെ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് നാളുകളായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, എന്നിട്ടും എന്റെ ജീവിതത്തിന്റെ മേൽ ഒരത്ഭുതം പോലും കാണുന്നില്ല എന്ന് പറയുന്ന ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. അവരോട് പറയുന്നു, പുറകോട്ട് പോകാതെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. നിന്റെ മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്ന എരിഹോ മതിലാണെങ്കിൽ ഒരു ദിവസം നിന്റെ കൺമുൻപിൽ തന്നെ അത് താളടിയായി പോകുന്നത് നിനക്ക് കാണുവാൻ പറ്റും. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കണം. എനിക്ക് എന്റെ ആത്മാവിൽ വളരെ വ്യക്തമായി അത് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സാന്നിധ്യം ഈ സീസണിൽ നിങ്ങൾ അനുഭവിച്ചറിയാൻ പോകുകയാണ്. ഉറപ്പോടുകൂടി ആ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയാഴ്ചയിലും ഞാൻ സൂം മീറ്റിംഗ് നിങ്ങളെ ലൈവായി സൂക്ഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗ് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണുവാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ അവിടെ ഞാൻ അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പ്രിയരെ, ഈ ഇസ്രായേൽ ജനം 7 തവണ ചുറ്റി, 7-ാം ദിവസം 7 തവണ എരിഹോ മതിൽ ചുറ്റിക്കഴിഞ്ഞപ്പോ അവരുടെ മുമ്പിൽ അവർ കണ്ടത്, അവരുടെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന എരിഹോ മതിൽ എന്നേക്കുമായി നീലം പതിയുന്നതാണ്. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, വാഗ്ദത്തം കേൾക്കുവാൻ ഒരു സീസൺ ഉണ്ട്. ആമേൻ. അതൊരുപക്ഷെ വചനത്തിൽ കൂടിയായിരിക്കാം, അതൊരുപക്ഷെ ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ കൂടിയായിരിക്കാം, അതൊരുപക്ഷെ നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴായിരിക്കും ദൈവം നിന്നോട് സംസാരിക്കുന്നത്. ആമേൻ. എന്നാൽ ദൈവം പറഞ്ഞ വാഗ്ദത്ത വിഷയത്തിൽ നീ സീരിയസ് ആണെങ്കിൽ, നിനക്ക് ആ വിഷയത്തിന്റെ മേൽ ഉറപ്പുണ്ടെങ്കിൽ, ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കുന്നത് നീ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഈ സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ മേൽ അബ്രഹാമിന്റെ സമയത്ത് ദൈവം ഇസ്രായേൽ ജനത്തിന് വാഗ്ദത്തം കൊടുത്തൊരു ഭാഗത്തെ പറ്റി വളരെ വ്യക്തമായി വിശകലനം ചെയ്ത് പറയുന്നുണ്ട്. ആമേൻ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, ദൈവം വാഗ്ദത്തങ്ങൾ മറന്നു പോകുന്ന ദൈവമല്ല. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്ത ആ കാലഘട്ടത്തിന്റെ നിവർത്തിയിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വന്നപ്പോൾ ഏകദേശം 430 വർഷമായി. എന്നിട്ടും എന്റെ ദൈവം ആ വാഗ്ദത്തം മറന്നു കളഞ്ഞില്ല. ആമേൻ. ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരിക്കുന്ന ആ സീസണിലേക്ക് ഇസ്രായേൽ ജനം കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ്. അക്കാലത്ത് മോശ ജനിക്കുവാനിടയായി തീർന്നു. ഇസ്രായേലിനെ അറിയാത്ത ഒരു ഫറവോൻ അധികാരത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അവർ ഇസ്രായേൽ ജനത്തിനെതിരായി കൗശലം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. അവൻ ഇസ്രായേൽ ജനത്തിനെതിരെ നിൽക്കുവാനിടയായി തീർന്നു. അതെ, വാഗ്ദത്ത കാലഘട്ടമായപ്പോഴത്തേക്കും ഒരു രാജാവാണ് ഇസ്രായേൽ ജനത്തിനെതിരെ നിൽക്കുന്നത്. ഒരു രാജ്യം മൊത്തമാണ് ഇസ്രായേൽ ജനത്തിനെതിരെ നിൽക്കുന്നത്. എന്നാൽ ഒരു രാജ്യവും ഒരു രാജാവും ഇസ്രായേൽ ജനത്തിനെതിരെ നിന്നാലും ഇസ്രായേൽ ജനത്തോട് കൂടെ നിൽക്കുന്നത് മനുഷ്യനല്ല, ഇസ്രായേൽ ജനത്തോട് കൂടെ നിൽക്കുന്ന രാജാവല്ല, ഇസ്രായേൽ ജനത്തോട് കൂടെ നിൽക്കുന്നത് ഒരു രാജ്യമല്ല, ഇസ്രായേൽ ജനത്തോട് കൂടെ നിൽക്കുന്നത് രാജാതി രാജാവാകുന്ന ദൈവമാണ്. ഇന്ന് നിന്റെ മുൻപിലെ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് നീ പറക, എന്നോട് കൂടെ നിൽക്കുന്നത് രാജ്യമല്ല,
എന്നോട് കൂടെ നിൽക്കുന്നത് ഒരു രാജാവല്ല, എന്നോട് കൂടെ നിൽക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാണ്. നിങ്ങൾ ആ വേർഡ് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ട്, എന്നോട് കൂടെ നിൽക്കുന്നത് ജീവനുള്ള ദൈവമാണ്. വലിയ ദൈവിക സാന്നിധ്യം ഞാൻ എന്റെ റൂമിന് മേൽ അനുഭവിക്കുന്നുണ്ട്. ആ ദൈവം നിന്നോട് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് വിക്കനായ ഒരു മോശയെ മതി ശക്തനായ ഫറവോനെ താഴെ കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. എന്റെ ദൈവം പ്രവർത്തിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഓർഡിനറിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് ദൈവം പറവാനിടയായിത്തീർന്നു, ഞാൻ നിന്നെ രാജകൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? രാജാവിന്റെ മുൻപിൽ എന്റെ ശബ്ദമായി നിൽക്കേണ്ടതിന് വേണ്ടി. പ്രിയരെ, ചിലരോട് ഞാൻ ദൈവാത്മ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ദൂതിനെ വിളിച്ചു പറയുകയാണ്, ഈ സീസണിൽ നിന്നെ വെച്ചുകൊണ്ട് എന്റെ ദൈവത്തിന് തെളിയിക്കാൻ പറ്റും. നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ല നിന്നെ നോക്കിക്കൊണ്ട് പലരും പറയുന്നത്. കടം കയറിക്കൊണ്ട് മുടിഞ്ഞിരിക്കുകയാണ്. രോഗം വന്നതുകൊണ്ട് ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ എന്റെ മുൻപിൽ ഉണ്ട് എന്നല്ലേ പലരും പറയുന്നു. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ നിന്നാൽ നിന്നെ കൊണ്ട് എന്റെ ദൈവം തെളിയിക്കും. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ കുടുംബത്തെ എന്റെ ദൈവത്തിന് മാനിക്കാൻ പറ്റും. ഹല്ലേലൂയ. എബേസിനെ പറ്റി എബേസിന്റെ മാതാവ് പറഞ്ഞു, നീ വ്യസന പുത്രൻ എന്നാണ്. വേദനയോടുകൂടി എന്നെ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വ്യസന പുത്രൻ എന്നാണ് വിളിച്ചത്. എന്നാൽ അവൻ ഇസ്രയേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവനെ ദൈവം ഏറ്റവും അധികം മാനിച്ചു. നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ ഞാൻ ആത്മനിയോഗത്തിൽ നിന്നുകൊണ്ട് കൈമാറുകയാണ്. ഈ സീസൺ നിന്നെ ദൈവം ഏറ്റവും അധികം മാനിക്കുന്ന സീസണായിരിക്കും. ഉറപ്പോടുകൂടി പറഞ്ഞു, എന്നെ ദൈവം മാനിക്കും. നിങ്ങൾ ബൈബിൾ ചരിത്രം മൊത്തം എടുത്ത് നോക്ക്. ഇത് ഏതൊക്കെ ജനം, ഏതൊക്കെ വ്യക്തികൾ മാനിക്കപ്പെടുമോ അതിനു മുൻപായിട്ട് വലിയ സീസൺ ഓഫ് പ്രോസസ്സിൽ കൂടി അവർ കടന്നുപോയിട്ടുണ്ട്. വാഗ്ദത്തത്തിന് മുൻപിൽ ഒരു പ്രോസസ് ഉണ്ടാകും. അതിന്റെ അർത്ഥം ആ പ്രോസസ്സിൽ ദൈവം നിന്നെ കൈവിട്ടേച്ചു പോകുമെന്നല്ല. അതിന്റെ അർത്ഥം ആ പ്രോസസ്സിലായിരിക്കും എന്റെ ദൈവം നിന്നെ തെളിയിക്കുന്നത്. ശത്രുക്ക്, മേശക്ക്, അബേദനഗോ അവരുടെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക. ദാനിയേലിന്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക. മോർദെഖായിയുടെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക. എസ്തേറിന്റെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുക. ഇവരൊക്കെ ദൈവം ഉയർത്തുന്നതിന് മുമ്പ് ഇവരുടെയൊക്കെ ജീവിതത്തിന്റെ മേൽ വാഗ്ദത്ത നിവൃത്തികരണത്തിലേക്ക് ഇവർ കടന്നു വരുന്നതിന് മുമ്പ് വലിയ വിഷയങ്ങളിൽ കൂടി ഇവർ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ പറഞ്ഞത് ദൈവമാണെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയാം, പറഞ്ഞത് ദൈവമാണെങ്കിൽ അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാട്ടെ, എന്നോട് ദൈവമാണ് വാഗ്ദത്തം പറഞ്ഞതെങ്കിൽ അത് ദൈവം നിവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവനിൽ എത്ര വാഗ്ദത്തമുണ്ട് എങ്കിലും അത് ഉവ്വ് എന്നാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും കണ്ണീരേശു തുടയ്ക്കുകയാണ്. പലരുടെയും കണ്ണുനീരേശു തുടയ്ക്കുകയാണ്. നിന്നെ ഈ സീസണിൽ മാറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. നീ അറിയാത്ത വഴികൾ എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ തുറന്നു തരാൻ പറ്റും. ആ രോഗത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ആ കടത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ആ ഞെരുക്കത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. വലിയ ദൈവ പ്രവർത്തികൾ ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ ശബ്ദം കേൾക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുക. കടങ്ങൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. ഇവരോട് ദൈവമാണ് വാഗ്ദത്തം പറഞ്ഞതെങ്കിൽ ആ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഈ സീസണിൽ ഇവർ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ധൈര്യം ചിലരിലേക്ക് കടന്നു വരുന്നു. ധൈര്യം.
ചിലതിനെ ഫേസ് ചെയ്യുവാനുള്ള ധൈര്യം ചിലരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഭയത്തെ ഞാൻ ദൂരീകരിക്കുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഓർക്കുക, വാഗ്ദത്തങ്ങൾ നിറവേറി കാണുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വലിയൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.